അങ്ങനെ നമ്മുടെ മൂന്നാറിലെ സെക്കൻഡ് ഡേ വ്ളോഗുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ഈ ഒരു ഊഞ്ഞാലും നോക്കിയിരിക്കുകയായിരുന്നു. കാരണം എല്ലാവർക്കും ആ ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്പോട്ടായിരുന്നു ആ ഊഞ്ഞാൽ. പിന്നെ ഞങ്ങൾ ഇന്നത്തെ ഫസ്റ്റ് ഞങ്ങൾക്ക് കുറേ ഡെസ്റ്റിനേഷൻ പ്ലേസ് ഉണ്ടായിരുന്നു. അത് ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് മൂന്നാറിലെ ഫ്ലോറിക്കൾച്ചർ സെൻറ്ററിലേക്കായിരുന്നു. ഈ ചെടികളൊക്കെ നിങ്ങൾ ഈ പൂവൊക്കെ നിങ്ങൾ കാണുന്നില്ലേ, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ലൈഫിൽ ഇതുവരെ ഞാൻ ഇങ്ങനത്തെ ടൈപ്പൊന്നും ഞാൻ കണ്ടിട്ട് പോലും ഇല്ല കേട്ടോ. അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് വെറൈറ്റി അവിടെ ഉണ്ടായിരുന്നു. തലേ ദിവസം ഞങ്ങൾ അതായത് ഫസ്റ്റ് ഡേ ഞങ്ങൾ പോകുമ്പോൾ ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അവിടുത്തെ ചെടികളൊക്കെ കണ്ട് കണ്ണെല്ലാം ഇരിക്കുമായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഡേയും നമ്മളവിടുത്തെ ചെടികൾ കാണാൻ വേണ്ടി പോവുക. അവിടുത്തെ ആ കുറേ വെറൈറ്റീസ് ഓഫ് ചെടികൾ കാണാൻ കഴിഞ്ഞു കേട്ടോ. എന്താ പറയുക, അതൊക്കെ ചെടിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ഒത്തിരി അധികം ഇഷ്ടപ്പെടും, ഈ ഒരു സ്പോട്ടും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിനകത്തുള്ള ആ ചെടികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് ഞാനിവിടെ ഐക്കാർട്ടിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെടി ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വീഡിയോ ഇഷ്ടപ്പെടും. പിന്നെ ഞങ്ങൾ അവിടുത്തെ ആ ഒരു കണ്ടിട്ട് വേറെയും ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പറഞ്ഞു ഇനി ഗാർഡൻ വേണ്ട, ഇതൊക്കെ കണ്ട് തന്നെ കണ്ണ് തള്ളിയിരിക്കണം, ഇനി വേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ നെക്സ്റ്റ് പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു വ്യൂ പോയിന്റിലേക്കായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ ഈ ഒരു വ്യൂ പോയിന്റ്. ഇപ്പോൾ കാണുമ്പോൾ പോലും അത് ആ കണ്ട ഒരു എഫക്റ്റ് ഇപ്പോഴും തോന്നുന്നുണ്ട്. നല്ലതായിരുന്നു. നമ്മൾ അവിടെ നിർത്തി കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് നമ്മൾ എലിഫന്റ് പാർക്കിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്നപ്പോൾ ഒരു ആന മാത്രമേ ഉള്ളായിരുന്നു, ബാക്കി ആനകളെല്ലാം സവാരിക്ക് പോയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോൾ ആന സവാരി ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അങ്ങോട്ട് പോവുക, അല്ലാതെ വേറെ അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും കാണാനുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഞങ്ങൾ പോയിട്ടുള്ളത് ഈ മാട്ടുപ്പെട്ടി ഡാമിലേക്കായിരുന്നു. ബോട്ടിങ്ങിന് പോകണം എന്നൊരാഗ്രഹത്തോടായിരുന്നു നമ്മൾ അങ്ങോട്ട് പോയത്. പക്ഷേ വേറുള്ള സ്ഥലങ്ങളിലെ ബോട്ടിംഗ് പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഞങ്ങൾക്ക് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബോട്ടിംഗ് എന്നുള്ള ആ ഒരു ആഗ്രഹം അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടുത്തെ വ്യൂവും കാര്യങ്ങളും, ആ വ്യൂ എന്ന് വെച്ചാൽ ഈ ഒരു സംഭവങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നെക്സ്റ്റ് പ്ലേസിലേക്ക് പോവുകയായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കാറിൽ ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ടിരുന്ന സമയത്ത് ഒരുപാട് നല്ല സംഭാഷണങ്ങളും കളിയും ചിരിയും തമാശകളും ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ മ്യൂസിക് ഉണ്ടായിരുന്നുണ്ട്, വണ്ടിയിൽ പാട്ടിട്ടിരുന്നതുകൊണ്ട് തന്നെ എനിക്കതൊന്നും ഇതിൽ അടക്കാൻ പറ്റിയിട്ടില്ല. ഒരുപാട് എൻജോയ് ചെയ്തു ഈ ട്രിപ്പ് എന്ന് വേണം പറയേണ്ടത്. ഒരുപാട് റിലാക്സേഷൻ, ഒരുപാട് സന്തോഷം നിറഞ്ഞതായിരുന്നു കേട്ടോ ഈ ഒരു ട്രിപ്പ്. അത് പറയാതിരിക്കാൻ കഴിയത്തില്ല. അങ്ങനെ ഇപ്പോൾ ഞങ്ങളിപ്പോൾ എത്തിയേക്കുന്നത് കുണ്ടള ഡാമിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൊബൈൽ ഫോണൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത്
കുരങ്ങന്മാരൊന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം എടുത്ത് ഉപയോഗിക്കുക. കാരണം ഇവിടെ ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട്. ഇവന്മാരൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ടങ്ങ് പോയി കളയും. അതിപ്പോൾ മൊബൈൽ ഫോണിന്റെ കാര്യത്തിൽ മാത്രമല്ല, പേഴ്സോ ഫുഡ് ഐറ്റംസ് അങ്ങനെ എന്ത് സാധനങ്ങളായിക്കോട്ടെ ഇവന്മാർ തട്ടിപ്പറിച്ചുകൊണ്ട് പോയി കളയും. അതുകൊണ്ട് ആ ഒരു കാര്യം മാത്രം ഇവിടെ വരുന്നവരൊന്ന് സൂക്ഷിച്ചോളാം കേട്ടോ. അങ്ങനെ ഈ ഡാം വിസിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പോയിട്ടുള്ളത് മൂന്നാറിലെ ടോപ്പ് സ്റ്റേഷനിലേക്കായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഈ ഒരു സംഭവം ഒരുപാട് അട്രാക്ട് ചെയ്ത ഒരു സാധനമായിരുന്നു കേട്ടോ. എന്താണെന്ന് അറിയാലോ നിങ്ങൾക്ക്, ഡ്രീം ക്യാച്ചർ ആയിരുന്നു. പല കളറിൽ പല ടൈപ്പിൽ അവിടെ ഉണ്ടായിരുന്നു. ഇതിന് എത്ര 100 റുപ്പീസ് 200 റുപ്പീസ് ആ ഒരു പ്രൈസ് റേഞ്ചൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് ഒരുപാട് അടിപൊളിയായിരുന്നു ഈ ഒരു സംഭവം കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോൾ കാണുന്ന ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ കയറി നിന്നാലാണ് നമുക്ക് ആ ഒരു വ്യൂ ആസ്വദിക്കാൻ പറ്റുന്നത്. അതിലേക്ക് കയറുന്നതിന് പാസ് എടുക്കണം. എൻ്റെ ഒരു ഓർമ്മയിൽ 20 രൂപ എന്താണ്ടായിരുന്നു കേട്ടോ അവിടെ കയറുന്നതിനുള്ള പാസ് എടുക്കേണ്ടത്. പിന്നെ ഞാൻ അവിടുത്തെ ആ ഒരു ബിൽഡിങ്ങിൽ കയറി നിന്നിട്ട് തന്നെ ഞാനൊരു വീഡിയോ ഒക്കെ എടുക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഫോണിലൊന്നും അതിൻ്റെ ഒരു ഡെപ്ത് അറിയുന്നില്ലെന്നേ. അത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ തന്നെയാണ് ആ ഒരു ഡെപ്ത് നമുക്ക് അറിയാൻ കഴിയുന്നത്. പിന്നെ ഈ മലമുകളിൽ നിന്ന് ഈ കണ്ടിട്ടിരിക്കുന്നില്ലേ, ഈ ഒരു പുക പോലൊരു സംഭവം പോയിട്ടിരിക്കുന്നത്, അത് പലവിധ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അത് മഞ്ഞാണെന്ന്, തീ കൂട്ടിയിട്ട് കത്തിക്കുന്നതാണെന്ന്, അങ്ങനെ പല അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതെന്താന്ന് ശരിക്കും അറിയാവുന്നൊരു കമൻ്റായിട്ട് പറയാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഒരു പാർക്കിലേക്കായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു കൊച്ചു കുറുമി ഉണ്ടായിരുന്നു. മെയിനായിട്ട് അവളെ ഉദ്ദേശിച്ചാണ് കേട്ടോ ഞങ്ങൾ ആ പാർക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് റൈഡുകളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ പാർക്കിലൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ നേരെ തിരിച്ച് വീട്ടിലേക്ക്, ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്ന സ്ഥലത്തേക്കായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. വീട്ടിലേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം വീട്ടിൽ നിൽക്കുന്നത് പോലത്തെ ഫീലിംഗ് ആയിരുന്നു കേട്ടോ അവിടെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ക്യാമ്പ് ഫയറും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അറിയാമല്ലോ, ഡാൻസായി പാട്ടായി പലവിധ കലാപരിപാടികളായി അങ്ങനെ അന്നത്തെ ഒരു ദിവസം തീർന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ഡേ എങ്ങോട്ടൊക്കെയാണ് പോയതെന്നെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഉടനെ തന്നെ ഒരു വീഡിയോ വരുന്നതാണ്. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.